ഹായ് ഓൾ, ഇപ്രാവശ്യത്തെ കേട്ടറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കറിയായിരിക്കും മാത്തമാറ്റിക്സ് ഏകദേശം 30 മാർക്കിന് K1-നും K2-നും പഠിക്കാനായിട്ടുണ്ട്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യണമെങ്കിൽ പ്രധാനമായും വരുന്ന ചോദ്യങ്ങളൊന്ന് ചെയ്തു പഠിച്ചാൽ മതി. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നും നമ്മൾ ചെയ്യുന്നത് കേട്ടറ്റിൻ്റെ K1, K2 കാറ്റഗറികൾക്ക് കോമൺ ആയിട്ട് മാത്തമാറ്റിക്സിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അത് പലതവണയായി തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു തുറന്ന ചോദ്യത്തിന് ഉദാഹരണം എന്താ? അപ്പൊ എന്താണ് തുറന്ന ചോദ്യം എന്ന് മനസ്സിലാക്കണം. തുറന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനാ. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുള്ളത്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനും ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് ആൻസർ ഉണ്ടാവില്ല, ഒരു ഉത്തരം മാത്രമായിരിക്കില്ല അതിനുണ്ടാവുക. അതിന് കുട്ടികളുടെ വ്യത്യാസത്തിനനുസരിച്ച്, കുട്ടികളുടെ ചിന്തയ്ക്കനുസരിച്ച് കുട്ടികൾ പല ആളുകളും പല ഉത്തരങ്ങൾ അതിന് പറയും. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ എൻഡ് ആണ്. അതിന് ഉത്തരം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഒരു സ്പെസിഫിക് ആൻസർ അതിനുണ്ടാവില്ല. കുട്ടികളുടെ ഡിഫറൻസ് അനുസരിച്ച് പല പല ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ചോദ്യമാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ നോക്കാം. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു തുറന്ന ചോദ്യം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഉള്ള ഉദാഹരണം എന്താ? ചെയ്തു നോക്കാം. ഒരു ചതുരത്തിന്റെ നീളം 8 സെന്റിമീറ്ററും വീതി 5 സെന്റിമീറ്ററുമായാൽ അതിന്റെ പരപ്പളവ് എത്ര? നമുക്കറിയാം, ഒരു ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ നീളം ഇൻറ്റു വീതിയ. അപ്പൊ ഇവിടെ നീളം തന്നിട്ടുണ്ട് 8, വീതി തന്നിട്ടുണ്ട് 5. 8 × 5 40 ആണ്. അപ്പൊ ആ ചതുരത്തിന്റെ പരപ്പളവ് 40 സെന്റിമീറ്റർ സ്ക്വയറാ. അതിനൊരു ഉത്തരേ ഉള്ളൂ, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒറ്റ ഉത്തരേ ഉള്ളൂ. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് എൻഡഡ് ചോദ്യം, ഒരു അടഞ്ഞ ചോദ്യം. അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. അപ്പൊ ഇതല്ല ഉത്തരം, നമ്മളോട് തുറന്ന ചോദ്യമാണ് ചോദിച്ചത്. അടുത്തത്, ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര? ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ അതിന്റെ വശത്തിന്റെ സ്ക്വയർ എടുത്താൽ മതി. ഒരു വശം 4, അപ്പൊ പരപ്പളവ് 4² 16. അതിനും ഒറ്റ ഉത്തരേ ഉള്ളൂ, ക്ലോസ്ഡ് എൻഡ് ആയിട്ടുള്ള ചോദ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ആര് ചോദിച്ചാൽ ഇതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് പറയാം. ഇയാളും ഒരു ക്ലോസ്ഡ് എൻഡഡ് ചോദ്യമാണ്. അപ്പൊ ഇതുമല്ല നമ്മുടെ ചോദ്യം. പരപ്പളവ് 25 ചതുരശ്ര സെന്റിമീറ്റർ ആയ ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാ? അപ്പൊ നമ്മളോട് മൂന്നാമത് ചോദിച്ച ചോദ്യം, പരപ്പളവ് 25 സെന്റിമീറ്റർ ആണെങ്കിൽ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം, പരപ്പളവ് 25 തന്നിട്ടുണ്ട്. സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ A². A² 25. അപ്പൊ A എന്ന് പറഞ്ഞാൽ സ്ക്വയർ അങ്ങോട്ട് പോയാൽ √25. A എന്ന് പറഞ്ഞാൽ 5. അതിനും ഒരു ഉത്തരേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതും ഒരു ക്ലോസ്ഡ് ചോദ്യം. അവസാനത്തെ ചോദ്യമായിരിക്കും അപ്പൊ ഉത്തരമായിട്ട് വരിക. നോക്കാം. ചുറ്റളവ് 30 സെന്റിമീറ്റർ ആയ ഒരു ചതുരത്തിന്റെ നീളവും വീതി എന്താ? ചുറ്റളവ് 30 തന്നിട്ടുണ്ട്. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2 × നീളം പ്ലസ് വീതിയ. അത് 30 എന്ന് തന്നിട്ടുണ്ട്. Therefore നീളം പ്ലസ് വീതി എന്തായിരിക്കും? ഗുണിക്കണം 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 30 ഹരിക്കണം 2 15. അപ്പൊ നീളവും വീതിയും കൂട്ടിയ 15 കിട്ടണം. നീളവും വീതിയും കൂട്ടിയ 15 കിട്ടുമെങ്കിൽ നീളം 10 വീതി 5 എന്ന് പറയാം. അല്ലെങ്കിൽ നീളം 11 വീതി 4 എന്ന് പറയാം. നീളം 12 വീതി 3 എന്ന് പറയാം. നീളം 8 വീതി എത്ര എന്ന് പറയാം? 8, 7 എന്ന് പറയാം. ഇങ്ങനെ ഒരു ഉത്തരം മാത്രമല്ല അതിനുണ്ടാവുക, അതിന് പല ഉത്തരങ്ങളും ഉണ്ടായിരിക്കും. ഇതൊരു ഓപ്പൺ എൻഡഡ് ചോദ്യം. അപ്പൊ എന്താണ് ഓപ്പൺ എൻഡഡ് ചോദ്യം, എന്താണ് ക്ലോസ്ഡ് എൻഡഡ് ചോദ്യം എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താണ് ഒരു അടഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ? അടഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉത്തരേ ഉണ്ടാവുള്ളൂ.
തുറന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉത്തരാവില്ല. കുട്ടികളുടെ ഡിഫറൻസ് അനുസരിച്ച് പല ആളുകളും പല ഉത്തരങ്ങൾ പറയും. അപ്പൊ ഇതിൽ അവസാനം പറഞ്ഞ ചോദ്യം ഒരു തുറന്ന ചോദ്യമാണ്. ചുറ്റളവ് 30 ആണെങ്കിൽ നീളവും വീതി എത്രയാന്ന് ചോദിച്ചാൽ ചുറ്റളവ് 30 ആണെങ്കിൽ നീളം പ്ലസ് വീതി 15. നീളവും വീതിയും കൂട്ടിയാൽ 15 കിട്ടുന്ന ഏത് നീളവും വീതിയും നമുക്ക് പറയാം. അപ്പൊ ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊരു തുറന്ന ചോദ്യം. അടുത്ത ചോദ്യം, തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത അല്ലാത്തത് ഏത്? പ്രശ്ന നിർദ്ധാരണത്തിന് വ്യത്യസ്ത വഴികളുണ്ട്. അത് തുറന്ന ചോദ്യത്തിന്റെ പ്രത്യേകതയാണ്. കുട്ടിയുടെ ചിന്തയ്ക്ക് ഊന്നൽ നൽകുന്നു, പ്രത്യേകതയാണ്. കൃത്യമായ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു, അത് തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകതയല്ല. അപ്പൊ അതാണ് ആൻസർ. തുറന്ന ചോദ്യമാണെങ്കിൽ ഒരു ഉത്തരമല്ല ഉണ്ടാവുക, പല ഉത്തരങ്ങൾ ഉണ്ടാകും. കുട്ടികളുടെ ഡിഫറൻസ് അനുസരിച്ച് പല 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 വെറൈറ്റി ആൻസേഴ്സ് കിട്ടും. അപ്പൊ കൃത്യമായ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു എന്നത് തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകതയല്ല. അപ്പൊ നമ്മളോട് ചോദിച്ചത് തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത അല്ലാത്തത് ആരാന്നാ ചോദിച്ചത്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2/100 പകുതി എന്താ? എങ്ങനെയാ കാണുക? 2/100 പകുതി കാണുക എന്ന് പറഞ്ഞാൽ 2/100/2 അല്ലേ? ഈ 2/100 ഹരിക്കണം 2 എങ്ങനെ ചെയ്യുക? 2/100 ഹരിക്കണം 2 ശരിക്ക് 2/1 എഴുതാം. 2/1 എഴുതിയ 2 തന്നെ. എന്നിട്ട് നിങ്ങൾ എക്സ്പോണൻസിന്റെ റൂള് പഠിച്ചിട്ടുണ്ടായിരിക്കും. a⁻m ഡിവൈഡഡ് ബൈ a⁻n വന്നാൽ a⁻m-n എന്ന് എഴുതാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപ്രകാരം 2/100/2/1 വന്നാൽ 2/100 - 1 എന്ന് എഴുതാം. ആൻസർ ഈസ് 2/99. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കേട്ടറ്റിന് വന്ന ചോദ്യം, കേട്ടറ്റിലെ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇയാള്. അടുത്ത് 2/8 പകുതി എങ്ങനെയാ കാണുക? 2/8 പകുതി എന്ന് പറഞ്ഞാൽ 2/8/2. ദാറ്റ് ഈസ് 2/8/2 വേണമെങ്കിൽ 2/1 എന്ന് എഴുതാം. പിന്നെ നമ്മൾ റൂള് പറഞ്ഞു a⁻m/a⁻n എന്ന് പറഞ്ഞാൽ a⁻m-n. അപ്പൊ 2/8/2/1 എന്ന് പറഞ്ഞാൽ 2/8 - 1. ദാറ്റ് ഈസ് 2/7. Therefore ആൻസർ ഈസ് ഓപ്ഷൻ സി. ഐഡിയ മനസ്സിലായോ? അടുത്ത് 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ എടുക്കുന്ന സമയം എന്താ? അപ്പൊ ഞാൻ പറയാം, ഈ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു മരം, ഒരു വിളക്കുകാല്, ഒരു മനുഷ്യൻ, ഇങ്ങനെ വീതിയില്ലാത്ത വസ്തുക്കളെ ട്രെയിന് കടന്നു പോകുമ്പോൾ അവിടെ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, നീളം, അല്ലെങ്കിൽ അവിടെ സഞ്ചരിക്കുന്ന ട്രെയിന് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ നീളം തന്നെയാണ്. ട്രെയിനിന്റെ നീളം 100 മീറ്റർ, അതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 72 km/h. നമുക്കറിയാം ഒരു ട്രെയിനിന്റെ സ്പീഡ് 72 km/h തന്നിട്ടുണ്ട്. പക്ഷെ യൂണിറ്റുകൾക്കൊരു പ്രശ്നമുണ്ട്. എടാ, ഡിസ്റ്റൻസ് മീറ്ററിലാണെങ്കിൽ സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആകണം. പക്ഷെ ഇവിടെ km/h. പഠിച്ചു വെച്ചോ, km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 18 ഒരു 18, 72 എത്ര 18? 4 18. അപ്പൊ 4 × 5 20 മീറ്റർ/സെക്കൻഡ്. ഇപ്പൊ സ്പീഡ് കിട്ടി 20. ഇനി നമ്മളോട് ടൈം കാണാനാണ് പറഞ്ഞത്. ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഇക്വേഷൻ. ഡിസ്റ്റൻസ് 100 ആണ്, സ്പീഡ് 20. 100/20 എന്ന് പറയുന്നത് എത്രയാ? 100 എത്ര 20? 5 അല്ലേ? അപ്പൊ ഉത്തരം 5 സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഓപ്ഷൻ എ. ഒന്നും കൂടെ പറയാം. ഒരു ട്രെയിനിന്റെ നീളം 100 മീറ്റർ. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന്റെ വേഗത 72 km/h. ഈ വേഗതയിൽ ഈ ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ എടുക്കുന്ന സമയം കാണണം. പഠിച്ചു വെച്ചോ, ഒരു ട്രെയിന്, ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഒരു മരം, ഒരു മനുഷ്യൻ, ഒരു വിളക്കുകാല്, ഇങ്ങനെ വീതിയില്ലാത്ത വസ്തുക്കളെ കടന്നു പോകുന്ന സമയത്ത് ആ ട്രെയിന് സഞ്ചരിക്കുന്ന ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ്, ട്രെയിനിന്റെ നീളം 100 മീറ്റർ, സ്പീഡ്
72 km/h. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഡിസ്റ്റൻസ് മീറ്ററിലാണെങ്കിൽ സ്പീഡ് km/h ആവേണ്ടത് m/s. km/h സ്പീഡിനെ m/s മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 18 ഒരു 18, 72 4 18, ഉത്തരം 4 × 5 20 m/s. അപ്പൊ ടൈം കിട്ടി. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് 100, സ്പീഡ് 20, 100/20 5 സെക്കൻഡ് ഉത്തരം. ഒന്നുകൂടെ, 54 km/h വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ 20 സെക്കൻഡ് സമയമെടുക്കുന്നുവെങ്കിൽ ട്രെയിനിന്റെ നീളം എത്ര? അപ്പൊ ട്രെയിനിന്റെ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട് 54 km/h. ഈ ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട് 20 സെക്കൻഡ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ടൈം സെക്കൻഡിലാണെങ്കിൽ സ്പീഡ് m/s ആയിരിക്കണം, എന്നാലേ യൂണിറ്റ് കറക്റ്റ് ആവുള്ളൂ. ടൈം സെക്കൻഡിലാണെങ്കിൽ സ്പീഡ് m/s ആയിരിക്കണം, അതാണ് അതിന്റെ കറക്റ്റ് യൂണിറ്റ്. അപ്പൊ km/h ഇവിടെ തന്നത്. അതിനെ m/s മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 18 ഒരു 18, 54 3 18, 3 × 5 15 m/s ആണ് സ്പീഡ്. ടൈം 20 സെക്കൻഡ്. ഇനി നമ്മളോട് ഈ ചോദ്യത്തിൽ കാണാൻ പറഞ്ഞത് ട്രെയിനിന്റെ നീള. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രെയിന്, ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഒരു മനുഷ്യൻ, ഒരു മരം, ഇങ്ങനെ വീതിയില്ലാത്ത വസ്തുക്കളെ കടന്നു പോകുന്ന സമയത്ത് അവിടെ ട്രെയിൻ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയാ. അപ്പൊ ട്രെയിനിന്റെ നീളം കാണണമെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ്, ദൂരം കണ്ടാൽ മതി. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് × ടൈമാ. സ്പീഡ് 15, ടൈം 20, 15 × 2 30. അപ്പൊ 15 × 20 300 കിട്ടുക. 300 മീറ്റർ ആണ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹരിതയും അനിതയും കൂടി ഒരു തുക 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ ഹരിതയ്ക്ക് അനിതയേക്കാൾ 1000 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ അനിതയ്ക്ക് കിട്ടിയത് എത്ര രൂപ? അപ്പൊ തുടങ്ങാം. 2 ആളുകളുണ്ട്, ഹരിതയുണ്ട്, അനിതയുണ്ട്. അവർക്ക് കിട്ടിയ തുക 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ അനിതയേക്കാൾ 1000 രൂപ കൂടുതൽ കിട്ടി. ആർക്ക്? ഹരിതയ്ക്ക്. എന്താ കിട്ടിയത്? ഹരിതയ്ക്ക് അനിതയേക്കാൾ 1000 രൂപ കൂടുതൽ കിട്ടി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ചോദ്യത്തില് ഒരാളേക്കാൾ മറ്റാൾക്ക് കൂടുതൽ കിട്ടി, കുറവ് കിട്ടി, കൂടുതലാണ്, കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ തന്നത് വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവരുടെ വ്യത്യാസം 1000 ആണെന്ന് കിട്ടി. എങ്കിൽ അനിതക്ക് കിട്ടിയത് എത്ര രൂപയാ? കണ്ടുനോക്കാം. ഹരിതയ്ക്കും അനിതയ്ക്കും കിട്ടിയ അംശബന്ധം 2:1. അതിനർത്ഥം ഹരിതയ്ക്ക് 2 ഭാഗം കിട്ടി, അനിതയ്ക്ക് 1 ഭാഗം കിട്ടി. വ്യത്യാസം 2 ൽ 1 കുറച്ചാൽ 1 ഭാഗം. ആ 1 ഭാഗം 1000 ആണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനിതയ്ക്ക് എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ 1 ഭാഗം കിട്ടി. 1 ഭാഗം അപ്പൊ എത്രയാ? 1000. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഒന്നും കൂടെ. ഹരിതയും അനിതയും കൂടി ഒരു തുക 2:1 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ ഹരിതയ്ക്ക് അനിതയേക്കാൾ 1000 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ അനിതക്ക് കിട്ടിയത് എത്ര രൂപ? ഈ കൂടുതൽ കിട്ടി, കുറവ് കിട്ടി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് വ്യത്യാസമാണ്. അപ്പൊ വ്യത്യാസം 1000 എന്ന് കിട്ടി. ഹരിതയ്ക്ക് കിട്ടിയത് 2 ഭാഗമാണ്, അനിതയ്ക്ക് കിട്ടിയത് 1 ഭാഗമാണ്. വ്യത്യാസം 2 ൽ 1 കുറച്ച 1 ഭാഗം. ആ 1 ഭാഗം 1000 ആണ്. അപ്പൊ അനിതക്ക് കിട്ടിയത് 1 ഭാഗമാണ്. അപ്പൊ ആ 1 ഭാഗം എത്രയാ? 1000. ഉത്തരം ഓപ്ഷൻ സി. ഒന്നുകൂടെ. ഹരിയുടെയും റഹീമിന്റെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ഹരിക്ക് റഹീമിനേക്കാൾ 8 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 8 ആണ്. ഹരിയുടെ വയസ്സ് എത്ര? നോക്കാം. ഹരിയുടെയും റഹീമിന്റെയും വയസ്സുകളുടെ അംശബന്ധം 3:2. അപ്പൊ ഹരിയുടെ വയസ്സ് 3 ഭാഗം, റഹീമിന്റെ വയസ്സ് 2 ഭാഗം. വ്യത്യാസം 3 ൽ 2 കുറച്ച 1 ഭാഗം. ഈ 1 ഭാഗം 8 ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞു. ഹരിയുടെ വയസ്സ് കാണണമെങ്കിൽ 3 ഭാഗം കാണണം. 1 ഭാഗം 8 ആണെങ്കിൽ എങ്ങനെയാ കാണുക? 1 ഭാഗം 8 ആകണമെങ്കിൽ 1 നെ 8 കൊണ്ട് ഗുണിക്കണം.
അപ്പൊ 3നെ 8 കൊണ്ട് ഗുണിച്ചാൽ റഹീമിന്റെ അല്ലെങ്കിൽ ഹരിയുടെ വയസ്സ് കിട്ടും. എത്രയാ? 3 8 24. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഇതാണ് ഐഡിയ. ഒന്നുകൂടെ, രവിയുടെയും രമയുടെയും വയസ്സുകൾ 7:5 എന്ന അംശബന്ധത്തിലാണ്. രവിക്ക് രമയേക്കാൾ 6 വയസ്സ് കൂടുതലാണെങ്കിൽ രവിയുടെ വയസ്സ് എത്ര? അപ്പൊ രവിയുണ്ട്, രമയുണ്ട്. രവിക്ക് രമയേക്കാൾ 6 വയസ്സ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 6ആണ്. രവിയുടെ വയസ്സ് കാണണം. രവിയുടെ വയസ്സ് 7 ഭാഗം, രമയുടെ വയസ്സ് 5 ഭാഗം. വ്യത്യാസം 7ന്ന് 5 കുറച്ചാൽ 2 ഭാഗം. ആ 2 ഭാഗം 6 പറഞ്ഞു. രവിയുടെ വയസ്സ് കാണണമെങ്കിൽ 7 ഭാഗം കാണണം. സിമ്പിളാ. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6. അപ്പൊ 7നെ 3 കൊണ്ട് ഗുണിച്ചാൽ രവിയുടെ വയസ്സ് കിട്ടും 21. ഓപ്ഷൻ എ. റെഡിയല്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പൊ നിർത്തുന്നു. താങ്ക് യു.